ഓഹ് എന്തൊരു ചൂടാണ്, ഭയങ്കര ചൂടാ. കട പോലും ഇല്ല, സ്ഥലം ഇല്ല. ഈ വീട്ടിൽ നിന്ന് ചോദിച്ചാലോ, വെള്ളം കുടിച്ചിട്ട് അങ്ങ് പോയാലോ. ചേട്ടാ ആ നമസ്കാരം. വെള്ളം തരുമോ കുടിക്കാൻ? തീർച്ചയായും കയറി വരും ഇരിക്കൂ. വരൂ, അകത്തിരിക്കാം. ചൂടല്ലേ, ഇവിടെ ആകുമ്പോൾ കുറച്ച് കാറ്റൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളിവിടെ ഇരിക്കാം. അകത്ത് നല്ല തണുപ്പാണ്. ആ രീതിയിൽ നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റ് വീടിനോ? ഇത് കോൺക്രീറ്റ് വീടല്ല, ഇത് പൂർണ്ണമായിട്ടും കളിമണ്ണിൽ ചെയ്തിരിക്കുന്ന വീടാണ്. പക്ഷേ കണ്ടാൽ അങ്ങനെ പറയത്തില്ലല്ലോ. ഇത് പൂർണ്ണമായിട്ടും കളിമണ്ണും പച്ചമരുന്നുകളൊക്കെ അരച്ച് വളരെ പ്രത്യേകതയിൽ ചെയ്ത് നിർമ്മിച്ച ഒരു വീടാണ്. അപ്പോൾ ഇരിക്കും. ഇത് റൂഫ് കോൺക്രീറ്റ് ആണോ? ഈ വീടിന് കരിങ്കല്ല്, കട്ട, സിമെൻറ്റ്, കമ്പി യാതൊന്നും ഉപയോഗിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും കളിമണ്ണും പച്ചമരുന്നുകളാണ്. അപ്പം പച്ചമരുന്നുകൾ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അതിൻ്റെ മിക്സിങ്? ശരീരത്തിൽ കഴിക്കുന്ന ത്രിഫല കഷായം തന്നെ കഷായം കാച്ചി ആ കഷായം കൊണ്ട് ഈ കളിമണ്ണ് കുഴച്ചെടുത്ത് കുമ്മായം, പച്ചക്കർപ്പൂരം, രാമച്ചം, ഉമി, ചകിരി, നീലാമരി തുടങ്ങിയ ഒരുപാട് ആയുർവേദ, അതായത് മഞ്ഞൾപ്പൊടി, മഞ്ഞൾ ഉണക്കി പൊടിച്ചത്, പാഞ്ചിയില, വേപ്പിൻ്റെ ഇല ഇത്യാദി നിരവധി പച്ചമരുന്നുകൾ അരച്ച് ചേർത്ത് ആ മിശ്രിതം കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കമ്പിയോ സിമെൻറ്റോ യാതൊന്നും ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടില്ല. ബലമുണ്ടോ? ബലം തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടൊക്കെ പഴയ കാലങ്ങളിൽ നിർമ്മിച്ച സുർക്കി എന്ന് പറയുന്ന ആ കൂട്ടാണ് ഈ വീട് നിർമ്മിക്കാൻ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. മണ്ണ് കുഴച്ച് ഒറ്റയടിക്ക് ഭിത്തിയും കെട്ടാൻ പറ്റുമോ? ഇല്ല. മിശ്രിതങ്ങളും പച്ചമരുന്നുകളൊക്കെ കുഴച്ച് 41 ദിവസം ആ സെറ്റിംഗ് പവർ വരുന്നതിന് വേണ്ടി കുഴച്ച് തണലിൽ ഉണക്കിയെടുക്കണം. ശർക്കര, ഈ കുമ്മായ ഇത്യാദി കാര്യങ്ങളാണ് ബലം, സ്ട്രെങ്തിന് വേണ്ടിയിട്ട്. അത് ഇത്ര ദിവസം കഴിയുമ്പം ഒരു 100-108 ദിവസം കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും കോൺക്രീറ്റിനെ പോലെ ബലമുള്ളതായിത്തീരും. പിന്നെ ചിതൽ അങ്ങനെയൊക്കെയുള്ള കീടങ്ങളുടെ ശല്യം ഉണ്ടാകാതിരിക്കണം മഞ്ഞപ്പൊടി, വേപ്പിൻ്റെ ഇല തുടങ്ങിയ അത്തരത്തിലുള്ള പച്ചമരുന്നുകൾ ചേർക്കുന്നത്. വീടിന് തണുപ്പും അതുപോലെ സുഗന്ധവും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചക്കർപ്പൂരം, രാമച്ചം, ഉമി ഇത്യാദി കാര്യങ്ങളൊക്കെ ചേർത്തിരിക്കുന്നത്. കളിമണ്ണ് കൊണ്ട് തന്നെ മഡ് പ്ലാസ്റ്ററിങ് ചെയ്ത് അത് ഉണങ്ങി വരുന്ന സമയത്ത് നമ്മൾ എള്ളെണ്ണ സ്പ്രേ ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. പക്ഷേ ഇത് നമ്മൾ പാലുകാച്ചിനോടനുബന്ധിച്ച് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഒന്നും കളിമണ്ണിൻ്റെ വീടിനോട് സപ്പോർട്ട് ചെയ്യാഞ്ഞുകൊണ്ട് അവരുടെ നിർബന്ധപ്രകാരം ഞാൻ പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കേണ്ടി വന്നു. അത് വലിയൊരു തെറ്റായിപ്പോയി, വലിയൊരു ഫൗളായിപ്പോയി. നമുക്ക് വീടൊന്ന് തീർച്ചയായും കാണാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇത് പൂർണ്ണമായിട്ടും വാസ്തുവിധി അനുസരിച്ച് തന്നെ വെച്ചിരിക്കുന്ന വീടാണ്. കന്നിമൂലയിലാണ് മാസ്റ്റർ ബെഡ്റൂം. ഇത് നമുക്കൊരു എത്ര കാലം ഒരു ലൈഫ് പറയാൻ പറ്റും ഈ വീട്? തീർച്ചയായിട്ടും സിമെൻറ്റ് കൊണ്ട് ചെയ്യുന്ന ബിൽഡിങ്ങിനേക്കാളും കൂടുതൽ നാൾ നിലനിൽക്കും. അതിന് ഉദാഹരണമാണല്ലോ നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഈ മച്ചിൻ്റെ മുകളിൽ ഈ പറഞ്ഞ ഈ സുർക്കിയുടെ കളിമണ്ണ് മിശ്രിതം കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിട്ടിരിക്കുക. അതുപോലെ തന്നെ ഈ റൂഫിന് മുകളിലായിട്ടുള്ള ഈ ഉയർന്ന റൂഫാണ് ഇതിൻ്റെ ചൂട് കുറയ്ക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം. നല്ല ദിവസം നല്ലൊരു വീട്. അതെ, എനിക്കൊരു വീട് പോലെ വെക്കണമെന്ന് സ്ത്രീയെ ബന്ധപ്പെടും. ശരി, സന്തോഷം, താങ്ക് യു. അനുഭദ്രനും ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കുമൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.